ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ഗുരവേ ഗൗരചന്ദ്രായ രാധികായൈ തദാലയേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. കിശോരചന്ദ്രം രസികേന്ദുശേഖരം ശ്യാമം മഹാസുന്ദരതാവിധാനം ശ്രീകൃഷ്ണചന്ദ്രം ശരണം ഗതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതീർഷദന്തമോന്തം സംസാരിണം കരുണയാകപുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തഥോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം പരമാനന്ദമാധവം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഗൗരിം രക്തവരാരമ്യം സുനേത്രം സുസ്മിതാനനം ശ്യാമസുഭിഷ്ട സാധിക രാധിക ആശ്രയേ സദാ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഇന്ന് നമ്മള് ഒരു ഭാഗവതം ക്ലാസ്സിലേക്ക് കൂടി കടക്കുകയാണ്. 1:5 33ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം. അതോടൊപ്പം എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാ ഭക്തന്മാരുടെയും മുമ്പിൽ എൻ്റെ നമസ്കാരം ഞാൻ അർപ്പിക്കുകയാണ്. ഹരേ കൃഷ്ണ. നമ്മള് ഭാഗവതത്തിലെ ഒരു ടേണിംഗ് പോയിന്റിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ വേദവ്യാസ മഹർഷിക്ക് ഭഗവാന്റെ സാഹിത്യാവതാരമായിട്ട് വന്നിരിക്കുന്ന, അഥവാ ശക്തിയാവേശ അവതാരമായിട്ട് വന്ന വേദവ്യാസ മഹർഷിക്ക് ഉണ്ടായ ഒരു പ്രശ്നം, അഥവാ ഉണ്ടാക്കിയെടുത്തതായ പ്രശ്നം എന്ന് വേണമെങ്കിലും പറയാം. കാരണം നമ്മളെ പോലുള്ള ആൾക്കാരിലേക്ക് ഈ ഭാഗവതം എത്തിക്കാനുണ്ടായ ഒരു മാർഗം കൂടി ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇത് പറയാം. അപ്പം ഗുരുവിനോട് ചോദിച്ച് എങ്ങനെയാണോ ഗുരുവിൻ്റെ അടുത്ത് സേവാ മനോഭാവത്തോടു കൂടി ചോദിച്ച് കാര്യങ്ങൾ ഗ്രഹിച്ചെങ്കിൽ മാത്രമേ നമുക്കതിൽ നിന്ന് ഒരു ഫുൾ നോളജ് നമുക്ക് കിട്ടാൻ കഴിയുള്ളൂ എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ഭാഗം കൂടിയാണിത്. എപ്പോഴും ഗുരുവിൻ്റെ അടുത്ത് നമ്മൾ വളരെയധികം വിനയമുള്ളവരായിരിക്കണം എന്നുള്ള ഒരു ഭാഗം കൂടി നമ്മളിവിടെ കാണുകയാണ് ചെയ്യുന്നത്. അപ്പം ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, ജ്ഞാനം തേഹം സവിജ്ഞാനവിധം ഭക്ഷ്യാമ്യശേഷതഃ യജ്ഞാത്വാ നേഹഭൂയോ അന്യജ്ഞാതവ്യം അവശിഷ്യതേ എന്ന് പറയും. അപ്പൊ ഫുൾ നോളജ് കൊടുക്കും. പക്ഷേ ആ ഫുൾ നോളജ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അതുപോലെ ഗുരുവിൻ്റെ അടുത്ത് അതേ രീതിയിൽ സേവ ചെയ്യാൻ നമ്മൾക്ക് കഴിയണം. ഗുരു മീൻസ് നമുക്ക് ആര് പറഞ്ഞു തരുന്നോ ആ ഭഗവാനാകാം, അല്ലെങ്കിൽ പൂർണ്ണത നേടിയ
ആൾക്കാരാകാം, ശുദ്ധഭക്തന്മാരാകാം. അപ്പൊ അവര് ആ ജ്ഞാനം തേഹം സവിജ്ഞാനമിതം, എല്ലാം ഫുൾ നോളജ്, വിജ്ഞാനപരമായിട്ട് വിജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം ഇന്ന് നമുക്കറിയാം. അപ്പൊ ആ ഒരു ഫുൾ നോളജ് കൊടുക്കാൻ ഭഗവാൻ ഇവിടെ അർജുനന് കൊടുത്തു. അതുപോലെ ഗുരുവിൽ നിന്ന് ആർക്ക് കിട്ടുകയാണ്? നാരദർക്ക് ലഭിക്കുന്നതായിട്ട് നമ്മളിവിടെ കാണുക. ഭാഗവതം നമുക്കറിയാം, ബ്രഹ്മാവിനെ ഭഗവാനിൽ നിന്ന് ബ്രഹ്മാവിന് ലഭിക്കുന്നു, ബ്രഹ്മാവ് നാരദർക്ക് പറഞ്ഞു കൊടുക്കുന്നു, നാരദര് ആ നോളജ് ആവശ്യം വന്ന സമയത്ത് വ്യാസദേവന് പറഞ്ഞു കൊടുക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. പിന്നീടാണ് വ്യാസദേവൻ ശുകദേവ ഗോസ്വാമിയിൽ നിന്ന് പറഞ്ഞു കൊടുത്ത് പരീക്ഷിച്ച് ആ സമയത്ത് സൂത ഗോസ്വാമിയും അത് കേൾക്കുന്നു. അപ്പൊ ഒരു പരമ്പര നമുക്ക് കിട്ടുന്നു. അപ്പം ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭഗവത് ഭക്തരുടെ കൃപ വേണം, ശുദ്ധഭക്ത സംസർഗം വേണം. അങ്ങനെ അത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഫലം ഭക്തിയുത സേവനം, അല്ലെങ്കിൽ അത് ജലപ്രവാഹം പോലെ അനർഗളമായി ഒഴുകിക്കൊണ്ടിരിക്കും എന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കണം. അപ്പം എന്തൊക്കെ ആവശ്യമുണ്ട്? ഭഗവത് ഭക്തരുടെ കൃപ നമുക്ക് ആവശ്യമുണ്ട്, അതുപോലെ നമ്മള് ശുദ്ധഭക്ത സേവനവും നമ്മൾ ചെയ്തിരിക്കണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഭക്തിയുത നമുക്ക് മനസ്സ് വേണം ഇതെല്ലാം ചെയ്യുന്നതിന് ഫസ്റ്റില്. അപ്പൊ അത് ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് അനർഗളം ഒഴുകി കിട്ടും എന്നാണ് പറഞ്ഞത്. അപ്പൊ ഭാഗവതം എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്ക് കൊടുക്കുകയാണ് ചെയ്തത് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. മോസ്റ്റ് കോൺഫിഡൻഷ്യൽ നോളജ് ആണത് എന്ന് നമുക്കറിയാം. അപ്പം ബ്രഹ്മഹൃദയായ ആദി കവയെ ബ്രഹ്മഹൃദായ ആദി കവയെ എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? നാരദരും കഥയെല്ലാം ഓരോ ശ്ലോകങ്ങളിൽ കൂടി എല്ലാവരും കാര്യങ്ങൾ പറഞ്ഞതായതുകൊണ്ട് നമുക്ക് ഇത് പറയേണ്ട ആവശ്യമില്ല. എന്നാലും ഒരു ഇൻട്രൊഡക്ഷൻ വേണമല്ലോ, അതുകൊണ്ട് ഞാൻ പറയുകയാണ്. നാരദ മുനിയുമായിട്ടുള്ള നാരദര് ഒരു ബാലനാണ്. ആ ബാലനെ അവിടെ വന്ന ഭക്തി വേദാന്തികളുമായിട്ടുള്ള ഒരു സ്നേഹബന്ധം നമ്മൾ കണ്ടു. അവരെ സേവിക്കുന്നതിനുള്ള സേവന നിരത നമ്മൾ അത് കണ്ടു. ആ സ്നേഹത്തോടെയുള്ള സേവനമാണ് അവിടെ വേണ്ടി വന്നത്. അങ്ങനെ സ്നേഹ സേവനം കൊണ്ടും സേവന നിരത കൊണ്ടും അവരോടുള്ള ആത്മാർത്ഥത കൊണ്ടും നാരദര് പറഞ്ഞു, ഞാൻ കൊച്ചുകുട്ടിയാണെങ്കിലും എനിക്ക് കളിയിലൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, എല്ലാം ഭഗവാനെ കുറിച്ച് അറിയാനായിരുന്നു എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞു. അതുപോലെ നമ്മൾ വേറൊരാളെ ഭാഗവത്തിൽ കേൾക്കും, ആരെന്നറിയാമോ? ഉദ്ധവർക്കും ഇതുപോലെയായിരുന്നു. കളിയിലൊന്നും എല്ലാവരും വന്ന് കളിക്കാൻ വിളിക്കുമ്പോഴും അദ്ദേഹം പറയുന്നത്, മതർച്ചനായാം, എന്റെ അർച്ചന കിടക്കുന്നതേ ഉള്ളൂ, അത് തീർന്നിട്ടില്ല. ആ മത അർച്ചനായാം, ഭഗവാനെ അർച്ചിക്കേണ്ട സമയത്ത് അത് ഞാൻ ചെയ്തിട്ടേ വരികയുള്ളൂ എന്ന് പറയും. അപ്പൊ അങ്ങനെ ആ ഒരു രീതി നമ്മൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. ഇങ്ങനെ ഭഗവാനെ ഓടുള്ള ആ സ്നേഹബന്ധം അതിൽ നിന്നെല്ലാം അങ്ങനെ അവർക്ക് ഇന്ദ്രിയങ്ങളെ കീഴടക്കാൻ കഴിഞ്ഞു. ആർക്ക്? നാരദർക്ക്. അല്ലെങ്കിൽ തന്നെയും അദ്ദേഹത്തിന് ആ ഒരു താല്പര്യം കളിയിലോ മറ്റു കാര്യങ്ങളിലോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഈ സാക്ഷാൽ ഭഗവതോദിതമായിരിക്കുന്ന ആ ഭഗവത സന്ദേശം, അല്ലെങ്കിൽ അത് അദ്ദേഹത്തിന് എങ്ങനെയാണ് ഭഗവാനെ കാണാൻ കഴിയുക, ഭഗവാനെ പ്രാപിക്കാൻ കഴിയുക എന്നൊക്കെയുള്ള ആ ലാസ്റ്റ് മൊമെന്റിൽ ആ റിസൾട്ട് അദ്ദേഹത്തിന് കിട്ടുന്നതായിട്ടാണ് പറയുന്നത്. നിഗൂഢ രഹസ്യം അവർ കൊടുത്തിട്ടാണ് പോയത് എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ വേണ്ടിയ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. എന്താണ്? വിനീതമായ ഹൃദയം ഉണ്ടായിരിക്കണം, കൃപ കിട്ടണം, സ്നേഹബന്ധത്തോടെയുള്ള സേവനം വേണം. അപ്പം അപ്പോഴാണ് നമുക്ക് രഹസ്യം ഹി ഏതത് ഉത്തമം, അങ്ങനെ ഉത്തമമായിട്ടുള്ള ആ നോളജ് കിട്ടുക. അങ്ങനെ ഭഗവാന്റെ ശക്തി പ്രഭാവം മനസ്സിലാക്കാൻ നാരദർക്ക് കഴിഞ്ഞു എന്നും പറഞ്ഞു. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് 31ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, കൃഷ്ണ ഭഗവാന്റെ ശക്തി പ്രഭാവത്തെ വ്യക്തമായി മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞെന്ന് പറഞ്ഞു. 32ൽ എന്ത് പറഞ്ഞു? കർമ്മങ്ങളെ ഭഗവാൻ എങ്ങനെ ആത്മസമർപ്പണം ചെയ്യാൻ കഴിയും എന്നാണ് അവിടെ പറഞ്ഞത്. ശ്രീകൃഷ്ണ ഭഗവാൻ ആത്മസമർപ്പണം ചെയ്യുന്നത് എങ്ങനെ? അത് വേണമെങ്കിൽ നമുക്ക് ജ്ഞാനം തേഹം സവിജ്ഞാനമിതം ഭക്ഷാമി അശേഷതഃ, അത് മുഴുവനും നമുക്ക് കിട്ടിയെങ്കിൽ മാത്രമേ, ആ ഒരു രീതി നമ്മളിൽ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനെ കുറിച്ച്, ഭഗവാൻ ആത്മസമർപ്പണം ചെയ്യാൻ കഴിയുള്ളൂ എന്ന് നമുക്ക് 32ാമത്തെ ശ്ലോകത്തിൽ കൂടി പറഞ്ഞു തന്നു കഴിഞ്ഞു അല്ലെ. അപ്പൊ അങ്ങനെ അവിടെ
അടുത്തത് നമ്മൾ ഇനിയും എന്താണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ പറയുന്നു 32 തൊട്ട് 36 വരെയുള്ള ശ്ലോകങ്ങളിൽ എങ്ങനെയാണ് കർമ്മയോഗം വഴി ഭഗവാന്റെ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കി ഭഗവാനിലേക്ക് എത്താൻ കഴിയുക എന്നുള്ളതാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു പല കാര്യങ്ങളെ നമുക്ക് അതിജീവിച്ച് ഭഗവാനെ പ്രാപിക്കാൻ ഏത് വിധത്തിൽ കഴിയും എന്നുള്ളതാണ്. ഭഗവാൻ ആരാണ് നമ്മൾ മനസ്സിലാക്കി. എന്താണ്? വദന്തി തത്വവിദസ്തത്വം യജ്ഞാനമത്വയം രമേതി പരമാത്മേതി ഭഗവാനിതി ശക്യതേ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആ ഭഗവാനെ കുറിച്ച് എങ്ങനെ മനസ്സിലാക്കി ഭഗവാനെ എങ്ങനെ നമുക്ക് കിട്ടും എന്ന രീതി ഈ അവര് പറഞ്ഞു കൊടുത്തു. അപ്പൊ അതിന്റെ കൊടുത്ത കാര്യങ്ങൾ കുറച്ച് വ്യാസ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് 33-ാമത്തെ ശ്ലോകത്തിൽ കൂടി. നമുക്ക് ആ 33-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. ഹരേ കൃഷ്ണ. ആമയോ യച്ഛഭൂതാനാം ജായതേ യേന സുപ്രത തദേവ ഹ്യാമയം ദ്രവ്യം ന പുനാതി ചികിത്സിതം. ആമയോ യശ്ച ഭൂതാനാം ജായതേ യേന സുബ്രത തദേവ ഹി ആമയം ദ്രവ്യം ന പുനാതി ചികിത്സിതം. ആമയോ യശ്ച ഭൂതാനാം ജായതേ യേന സുബ്രത തദേവ ഹ്യാമയം ദ്രവ്യം ന പുനാതി ചികിത്സിതം. ആമയോ, ആമയഃ അതിന്റെ വേടിപ്പിരിക്കുന്ന അവസരത്തിൽ ആമയഃ യശ്ച എന്നുള്ളതിനെ പിരിക്കുമ്പം യഹ പ്ലസ് ച ജായതേ. യഹ പ്ലസ് ച ഭൂതാനാം ജായതേ യേന സുവ്രത തത് ഏവ ഹി ആമയം ന പുനാതി. ന പുനാതി എന്നാണ് ഇവിടെ പറയുന്നത്. ന പുനാതി അതൊന്നിച്ച് ചേർത്ത് ന പുനാതി ചികിത്സിതം. അപ്പം ആമയഃ യഹ പ്ലസ് ച ഭൂതാന ജായതേ യേന സുവൃത തദ് ഏവ ഹി ആമയം ദ്രവ്യം ന പുനാതി ചികിത്സിതം. ആമയ എന്ന് പറഞ്ഞാൽ രോഗങ്ങള്. യഹ ച അതിലേതെങ്കിലും ഒന്ന്. ഭൂതാന ജീവാത്മാക്കളുടെ, ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവാത്മാക്കൾ. ജായതേ എന്ന് വെച്ചാൽ നടക്കുന്നു, ഒരു കാര്യം നടക്കുക, അതിനെ അസാധ്യമാക്കി തീർക്കുക, അതും ശരിയാണ്. ഏന അപ്രകാരം കർത്തൃത്വത്താൽ സുവൃത അല്ലയോ സുവൃത എന്ന് വിളിക്കുകയാണ്. യോ ശ്രേഷ്ഠാത്മാവേ എന്ന് വിളിക്കുകയാണ്. തത് എന്ന് പറഞ്ഞാൽ ആ എന്നുള്ള അർത്ഥമേ ഉള്ളൂ. ഏവ എന്ന് പറഞ്ഞാൽ അതേ, ഹി നിശ്ചയമായും, ആമയം നമുക്കെല്ലാം വരുന്ന രോഗം എന്നുള്ള അർത്ഥമാണ് ആമയം. ദ്രവ്യം എന്ന് വെച്ചാൽ വസ്തു. ന പുനാതി ഭേദമാകുകയില്ലേ. ചികിത്സിതം ചികിത്സിച്ചാൽ. ആമയോ യശ്ച ഭൂതാനാം ജായതേ യേന സുബ്രത തദേവ ഹി ആമയം ദ്രവ്യം ന പുനാതി ചികിത്സിതം. ഹരേ കൃഷ്ണ. അതിന്റെ വിവർത്തനവും ഭാവാർത്ഥവും ട്രാൻസ്ലേഷൻ ആൻഡ് പർപ്പോർട്ട് ബേസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കീ. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാന്വിതംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ മഹാവിഷ്ണുഗോസ്വാമിനിധി നാമിനേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അതിന്റെ വിവർത്തനം. അല്ലയോ മഹാത്മാവേ, രോഗഹേതുവായ ഒരു പദാർത്ഥത്തെ അതേ രോഗചികിത്സയ്ക്കായി പ്രയോഗിക്കുന്ന പക്ഷം ആ രോഗം ഭേദമാവുകയില്ലേ എന്നൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്.
ഇവിടെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള കാര്യം പറഞ്ഞു കൊടുക്കാനേ ഇവിടെ ശ്രമിക്കുകയാണ്. അതിന്റെ ഭാവാർത്ഥം നമുക്കൊന്ന് വായിച്ചിട്ട് പിന്നീട് പറയും. അപ്പം ഭാവാർത്ഥം: വിദഗ്ധനായ വൈദ്യൻ തന്റെ രോഗിയെ ചികിത്സാ സംബന്ധമായ പഥ്യത്തോട് ചികിത്സിക്കുന്നു. ദൃഷ്ടാന്തമായി, ക്ഷീര ഉൽപ്പന്നങ്ങൾ ചിലപ്പോഴൊക്കെ ഉദര അസ്വാസ്ഥ്യങ്ങൾക്ക് ഹേതുവാകുന്നു. എന്നാൽ അതേ ക്ഷീരം തൈരാക്കി മാറ്റി മറ്റു ചില ഔഷധങ്ങൾ കൂട്ടിക്കലർത്തി സേവിച്ചാൽ അത്തരം അസ്വാസ്ഥ്യങ്ങൾ ഭേദപ്പെടും. അതേപോലെ ഭൗതിക അസ്തിത്വത്തിലെ ത്രിവിധ ക്ലേശങ്ങളെ ഭൗതിക പ്രവർത്തനങ്ങളാൽ പ്രശമിപ്പിക്കാൻ സാധ്യമല്ല. ഇരുമ്പ് അഗ്നിയാൽ ഉത്തബ്ധമായി അഗ്നി തുല്യമായി തീരുന്നത് പോലെ അത്തരം പ്രവർത്തനങ്ങളെ ആത്മീയമാക്കണം. ഭഗവത് സേവനത്തിൽ നിയുക്തമാകുന്ന തൽക്ഷണം ഒരു പദാർത്ഥത്തിന്റെ ഭൗതിക തത്വം മാറുന്നു. ആത്മീയ വിജയത്തിന്റെ രഹസ്യമാണിത്. ഭൗതിക പ്രകൃതിക്കും ഉപരിയായി ഇതിനെ കീഴടക്കി ഭരിക്കാനോ ഭൗതിക വസ്തുക്കളെ തിരസ്കരിക്കാനോ നാം ഉദ്യമിക്കരുത്. ദുഷിച്ച ഇടപാടുകളുടെ ശ്രേഷ്ഠമായ വിനിമയത്തിനുള്ള ഉചിതമായ മാർഗം പരമജീവസത്തയുമായി ബന്ധപ്പെടുത്തി സർവ്വതിനെയും വിനിയോഗിക്കുക എന്നതാണ്. സർവ്വതും പരമചൈതന്യത്തിൽ നിന്നുമുള്ള ഉദ്ഗാരങ്ങളാണ്. സങ്കല്പാതീത ശക്തിയാൽ ആത്മാവിനെ ദ്രവ്യമായും ദ്രവ്യത്തെ ആത്മാവായും പരിവർത്തനം ചെയ്യുന്നു. ആകയാൽ ഒരു ഭൗതിക വസ്തു ഭഗവാന്റെ ശ്രേഷ്ഠ ഇച്ഛയാൽ തൽക്ഷണം ആത്മീയ ശക്തിയായി രൂപാന്തരപ്പെടുന്നു. നമ്മുടെ ഭൗതിക രോഗങ്ങളെ ചികിത്സിക്കേണ്ട രീതിയും ക്ലേശം, വിലാപം, ഭയം എന്നിവ കൂടാതെ ആത്മീയ തലത്തിൽ ഉന്നതി പ്രാപിക്കേണ്ട മാർഗവും അപ്രകാരമാകുന്നു. സർവവും ഭഗവത് സേവനത്തിൽ നിയുക്തമാകുമ്പോൾ പരബ്രഹ്മമല്ലാതെ യാതൊന്നുമില്ലെന്ന് നമുക്ക് അനുഭവവേദ്യമാകുന്നു. അപ്പൊ അത് വളരെ പ്രധാനമാണ്. സർവവും ഭഗവത് സേവനത്തിൽ നിയുക്തമായി തീരുമ്പോൾ പരബ്രഹ്മമല്ലാതെ യാതൊന്നുമില്ലെന്ന് നമുക്ക് അനുഭവവേദ്യമാകുന്നു. സർവതും ബ്രഹ്മമാകുന്നു എന്ന വേദമന്ത്രത്തെ അപ്രകാരം നമുക്ക് സാക്ഷാത്കരിക്കാം. അപ്പത് സർവവും ബ്രഹ്മമാകുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്നിവിടെ കാണിച്ചു തന്നിരിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം, മിശ്ര കർമ്മഭക്തിയും മിശ്രജ്ഞാന ഭക്തിയും ഒക്കെയുണ്ട്. അപ്പം ഭഗവത് സംതൃപ്തിക്കായി നമ്മുടെ അറിവിനെയും അതുപോലെ നമ്മുടെ ശ്രമങ്ങളെയും നമ്മളെ ഉപയോഗിക്കണം എന്നുള്ളത് പറഞ്ഞു തന്നിരിക്കുകയാണ്. ഹരേ കൃഷ്ണ. ഗുരുദേവ് കി ജയ്, പ്രഭുപാദ കി ജയ്. ഇവിടെ പറഞ്ഞതുപോലെ നാരദര് വേദവ്യാസ മഹർഷിക്ക് അറിവ് പകർന്നു കൊടുക്കുകയാണ്. എങ്ങനെയാണ് നമ്മള് പ്രകാരം ഒരു ഭൗതികമായിട്ടുള്ള പ്രവൃത്തി അതിനെ നമുക്ക് എങ്ങനെ ആത്മീയമാക്കി മാറ്റാം എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളത് ഇവിടെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അതിന് എക്സാമ്പിള് ശ്രീല പ്രഭുപാദര് ആദ്യമേ ഇവിടെ പറഞ്ഞു തന്നിരിക്കുകയാണ്. പ്രഭുപാദര് പറയുകയാണ്, നമുക്ക് എത്ര മനസ്സിലാകുന്ന രീതിയിലാണ് ഓരോ സെന്റൻസസും നമുക്ക് എഴുതി തന്നിരിക്കുന്നത്, അല്ലെ? അത് നമുക്ക് വളരെയധികം പ്രയോജനപ്രദവുമാണ്. അപ്പൊ ഇവിടെ സംസാരത്തിന് കാരണമാകുന്ന കർമ്മം, നമ്മൾ കർമ്മം ചെയ്യുന്നവരാണ്. കർമ്മം ചെയ്യാതെ നമുക്ക് ഒരു മിനിറ്റ് പോലും ഇരിക്കാൻ കഴിയത്തില്ല, അല്ലെ? അപ്പൊ അങ്ങനെ സംസാരത്തിന് കാരണമാകുന്ന കർമ്മം തന്നെ താപത്രയങ്ങളെ നശിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിരിക്കും. അപ്പം കർമ്മം എല്ലാവരും കർമ്മം ചെയ്യാത്ത ഒരു കുഞ്ഞു ഭൂമിയിൽ വരുമ്പോ തന്നെ അത് കരഞ്ഞുകൊണ്ടാണ് വരുന്നത്, അല്ലെ? അപ്പൊ കർമ്മത്തോടു കൂടിയാണ് നമ്മുടെ എൻട്രൻസ് ഈ ഭൂമിയിൽ എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ആ ചെയ്യുന്ന ഒരു കർമ്മവും നമ്മളിൽ ഉണ്ടാകുന്ന താപത്രയങ്ങളെ എങ്ങനെ ഇല്ലാതാക്കുന്നു? നമുക്ക് 3 തരം താപത്രയങ്ങളുണ്ട്, താപത്രയ ദുഃഖങ്ങളുണ്ട്. നമുക്ക് എന്തെല്ലാം ദുഃഖങ്ങളുണ്ട് നമുക്ക് പ്രപഞ്ചത്തിൽ നിന്ന് നമുക്കറിയാം. അപ്പൊ അതിനോടൊപ്പം തന്നെ ഈ താപത്രയത്തെ ഭയങ്കരമായിട്ട് നമുക്കിവിടെ കാണേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം 3 തരത്തിലുള്ള ദുഃഖങ്ങൾ നമുക്കുണ്ട്. എന്താണ്? ആദിഭൗതികമായിട്ടുള്ളത്, അധിദൈവികമായിട്ടുള്ളത്, ആധ്യാത്മികമായിട്ടുള്ള 3 തരത്തിലുള്ള ദുഃഖങ്ങളെ പ്രധാനമായിട്ട് ഉണ്ട്. ജനനം, മരണം, രോഗം, വാർദ്ധക്യം, ഇതൊക്കെയും നമ്മുടെ ദുഃഖങ്ങളാണ് എന്ന് പറയുമ്പോൾ ഇവിടെ താപത്രയങ്ങൾ എന്ന് പറയുന്നത് അതിഭൗതികവും അതിദൈവികവും ആധ്യാത്മികവുമായ കാര്യങ്ങളാണ്. അപ്പൊ അതിഭൗതികം എന്ന് പറയുമ്പോഴേ അതെങ്ങനെയുള്ളതാണ് എന്ന് നമുക്കറിയാം. എന്താണ്? ഫിസിക്കലായിട്ടുള്ള ഫാക്ടേഴ്സിനെയാണ് നമുക്ക് അതിഭൗതികം എന്ന് പറയുന്നത്. അതിഭൗതികം എന്തൊക്കെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് എനിക്കറിയാം. ഞാനിത് വിശദീകരിക്കേണ്ട കാര്യവുമില്ല, അല്ലെ?
മറ്റ് ജീവജാലങ്ങൾ വഴി നമ്മളിലേക്ക് എത്തിപ്പെടുന്ന ആ ദുഃഖങ്ങളാണ് അതിഭൗതികം എന്നെല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഞാനത് ഫിസിക്കൽ ഫാക്ടർ ആണെന്ന് പറഞ്ഞത്. അപ്പൊ ഒന്നുകിൽ മറ്റ് ജീവജന്തുക്കളിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്ന അപകടം, അല്ലെങ്കിൽ ഈസി ആയിട്ട് നമുക്കറിയാം, നമ്മൾ മുറിയിരുന്നാൽ മതി ഒരു മോസ്കിറ്റോ വന്ന് കടിച്ചാൽ ഉണ്ടാകുന്ന അസുഖം, അല്ലെ? പിന്നെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് മറ്റുള്ള സഹവാസികളിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ മാനസികമായ ടെൻഷനൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നെയ്ബേഴ്സിൽ നിന്ന് ചിലപ്പോൾ ഉണ്ടാകാം. മറ്റ് ജീവജാലങ്ങളിൽ നിന്നെല്ലാം നമുക്കുണ്ടാകുന്ന ആ ഫിസിക്കലായിട്ടുള്ള ഫാക്ടേഴ്സിൽ ഉണ്ടാകുന്ന അതിഭൗതികമുണ്ട്. പിന്നെ നമുക്ക് അതിദൈവീകമായിട്ടുള്ളതുണ്ട്. അത് നമ്മുടെ കാർമിക് ഫാക്ടർ വഴി വരുന്നതാണ്. നമ്മൾ ചെയ്തു പോയ കർമ്മത്തിന്റെ ഫലങ്ങളായി നമുക്ക് കിട്ടുന്ന ദേവന്മാര് നമുക്ക് ചിലപ്പോൾ നമുക്ക് പല പ്രശ്നങ്ങൾക്കും കാരണമാക്കി തീരാനുണ്ട്. അതെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, നമ്മൾ വസിക്കുന്ന സ്ഥലത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഒന്നുകിൽ ഭൂമികുലുക്കം വഴിയോ, അല്ലെങ്കിൽ വോൾക്കാനിക് ഇറപ്ഷൻസ് വഴിയോ, ഹരിക്കെയിൻസ് വഴിയോ ഒക്കെ, നമുക്ക് വെള്ളക്കയറ്റം വഴിയോ, അല്ലെങ്കിൽ വരൾച്ച, കൊടുങ്കാറ്റ്, ഇതൊക്കെ നമ്മളെ ബാധിക്കും. അങ്ങനെ അതിദൈവികമായിട്ട് കാർമിക് ഫാക്ടേഴ്സ് വഴി ഉണ്ടാകുന്ന അതിദൈവികവും ആധ്യാത്മികം നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെ? നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഉണ്ടാകുന്ന, അതേ നമുക്ക് ഉള്ളു മനുഷ്യരായി കഴിഞ്ഞാൽ, അല്ലെ? മനസ്സിനും ശരീരത്തിനും ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ എന്താ വെച്ചാൽ എന്താണ്? ഇന്റേണൽ ഫാക്ടേഴ്സ് ആണ്. നമുക്കിടെ മനസ്സിനെ അതിന്റെ നിലയ്ക്ക്, നമ്മുടെ ശരീരത്തെ ചികിത്സിക്കുന്നത് പോലെ നമ്മുടെ മനസ്സിനെയും നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ആ ഇന്റേണൽ ഫാക്ടേഴ്സ്, അങ്ങനെ ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ഉള്ളത്. നമ്മൾ ചെയ്യുന്ന കർമ്മം സംസാരത്തിന് കാരണമാകുന്നത് തന്നെ കർമ്മമാണെന്ന് നമ്മൾ അറിയുന്നു. ആ കർമ്മം കൊണ്ട് നമുക്ക് എങ്ങനെ താപത്രയങ്ങളെ നശിപ്പിച്ചെടുക്കാൻ കഴിയുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും. അപ്പൊ കർമ്മം ചെയ്യുന്നതിലുള്ള ആ ഒരു ഇതുകൊണ്ടാണല്ലോ നമുക്ക് ഈ വിഷമങ്ങളെല്ലാം ഉണ്ടാകുന്നത്. എന്നാൽ കർമ്മം ചെയ്യാതെ അങ്ങ് ഇരുന്നേക്കാം എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റുമോ? നമുക്ക് കർമ്മം ചെയ്തല്ലേ പറ്റൂ. ജനിച്ചു പോയോ കർമ്മവും ചെയ്തേ പറ്റിയുള്ളൂ എന്ന് നമുക്ക് അറിയാം. ഇവിടെ ശ്രീല പ്രഭുപാദർ ആദ്യമേ നമുക്കൊരു എക്സാമ്പിൾ തന്നിരിക്കുകയാണ്. വിദഗ്ധനായ വൈദ്യൻ തന്റെ രോഗിയെ ചികിത്സാ സംബന്ധമായ പഥ്യത്തോടെ ചികിത്സിക്കുന്നു എന്ന് പറഞ്ഞു. അതിനൊരു എക്സാമ്പിൾ തന്നിരിക്കുന്നത് എന്താണ്? ക്ഷീര ഉൽപ്പന്നങ്ങൾ ചിലപ്പോഴൊക്കെ ഉദര അസ്വാസ്ഥ്യങ്ങൾക്ക് ഹേതുവാകുന്നു. എന്നാൽ അതേ ക്ഷീരം തൈരാക്കി മാറ്റി മറ്റു ചില ഔഷധങ്ങൾ കൂട്ടിക്കലർത്തി സേവിച്ചാൽ അത്തരം അസ്വാസ്ഥ്യങ്ങൾ ഭേദപ്പെടും എന്നുള്ളത്. അപ്പൊ ഇവിടെ വിവർത്തനത്തിൽ തന്നെ പറഞ്ഞു, രോഗഹേതുവായ ഒരു പദാർത്ഥത്തെ അതേ രോഗചികിത്സയ്ക്കായി പ്രയോഗിക്കുന്ന പക്ഷം ആ രോഗം ഭേദമാവുകയില്ലേ എന്നൊരു ക്വസ്റ്റ്യനോടാണ് ഇവിടെ നമ്മൾക്ക് തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ അസുഖത്തിന് കാരണമാകുന്ന വസ്തു തന്നെ എടുത്തിട്ട് അതിനെ മരുന്നായി ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്താൽ, അപ്പൊ ഒരു എക്സ്പെർട്ടായ ഒരു ഫിസിഷ്യൻ എങ്ങനെയാണ് അത് കൊടുക്കുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പം ചില മെഡിസിൻസ് കൊടുത്ത് ഭേദമാക്കാൻ കഴിയാത്തത് പോലും ചിലപ്പോൾ രോഗഹേതു എന്തെന്ന് കണ്ടുപിടിച്ചിട്ട് ആ ഹേതുവായിട്ടുള്ള വസ്തുവിനെ എടുത്തിട്ട് അതിനോട് മറ്റു കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ അത് ഭേദമാവുകയില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ്. അപ്പം അതിന് ഉദ്ദേശമുണ്ട്. നാരദരെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഇവിടെ പറയുകയാണ് ഇവിടെ. അപ്പം ഇവിടെ എന്താണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, മിൽക്ക് പ്രിപ്പറേഷൻസ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, അല്ലെ? പാല് കൊണ്ടുള്ള കോവയാണെങ്കിലും ശരി, പാൽക്കട്ടിയാണെങ്കിലും ശരി, എല്ലാം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. അത് ഒരുപാട് കഴിച്ചാൽ നമുക്ക് കഴിക്കുന്നത് വളരെ നല്ലത് തന്നെയാണ്. തീർച്ചയായിട്ടും പാൽ കഴിക്കുന്നത് നല്ലതാണ്. എന്നിരുന്നാൽ തന്നെയും അത് ഒരുപാടായി കഴിയുമ്പോൾ അതിൽ നിന്ന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പൊ നമ്മൾ ആ പ്രശ്നങ്ങളെ ചിലപ്പോൾ വിദഗ്ധനായ ഒരു വൈദ്യനാണെങ്കിൽ ചിലപ്പോൾ അതിനെ ആ പാല് കൊണ്ട് തന്നെയാണ് എന്തുണ്ടാക്കുന്നത്, തൈരുണ്ടാക്കുന്നത്. ആ തൈരിൽ ചിലപ്പോൾ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക. നമ്മൾ എക്സാമ്പിളായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ മാതള നാരങ്ങയുടെ തോടരച്ച് എന്തിനകത്ത് കൊടുക്കും, തൈരിനകത്ത് കൊടുക്കും. ഒന്നുകിൽ ദഹനക്കേട് കൊണ്ടോ ഛർദിൽ കൊണ്ടോ ഒക്കെയാണ് ഇത് ഉണ്ടാകുന്നതെങ്കിൽ അത് മാറ്റിയെടുക്കാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ ചിലപ്പോൾ അതങ്ങനെ പാലല്ലാതെ മറ്റൊന്നും അല്ല കേടിനകത്തുള്ളതും തൈരിനകത്തുള്ളതും, പക്ഷേ അത് വേറെ രൂപത്തിലാകുമ്പോൾ അതുകൊണ്ട് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നു എന്നാണ് ഇവിടെ. അങ്ങനെ നമ്മളെ എന്തിനെ എന്താക്കി മാറ്റണം എന്നുള്ള ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുക്കുകയാണ് ഇവിടെ കാണുന്നത്. അപ്പം ഇത് ആ പാല് ഒരു റെമഡിയൽ ഏജന്റായി ഇവിടെ വർക്ക് ചെയ്യുന്നില്ലേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് അസുഖം ഭേദമാക്കുന്നു എന്നാണ്. ഇതൊരു സാധാരണ നോളജാണ്. വലിയതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഇല്ല.
അപ്പം അങ്ങനെ ദഹന പ്രയാസം മാറ്റിയെടുക്കാനും ഒക്കെ ഇത് ഉപയോഗിക്കുന്നില്ലേ എന്ന് ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്? എന്താണ്, നമ്മളെല്ലാം ഈ എന്താണ് 3 തരം താപത്രയങ്ങളിൽപ്പെട്ട് കഷ്ടപ്പെടുന്നവരാണ്. എല്ലാവരും അത് അനുഭവിക്കുന്നുണ്ട്. അതില്ലാത്തവരാരും ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ അത് അനുഭവിച്ചിട്ടുള്ളവരായിരിക്കും എല്ലാവരും തന്നെ. അപ്പൊ അതിനെ നമ്മുടെ ഭൗതികമായ നിലനിൽപ്പിൽ ഭൗതികമായിട്ടുണ്ടാകുന്ന ഈ പ്രയാസത്തെ ഭൗതികത കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പം ഭൗതികമായിട്ടുള്ള കാര്യങ്ങള് ഭൗതികത കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അവർ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തന്റെ ശിഷ്യൻ തയ്യാറാകണം എന്നുള്ള അതിന് കഴിയുമെന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഈ ഒരു ചോദ്യം ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു ഭൗതികമായിട്ടുള്ള ഒരു വസ്തു, ഒരു പ്രവൃത്തി ചെയ്യുന്ന അവസരത്തില് ഭൗതിക പ്രവൃത്തിക്ക് എപ്പോഴും അതിന്റെ റിയാക്ഷൻ ഉണ്ടാവും, അല്ലെ? എന്ത് നമ്മൾ ചെയ്താലും ഒന്നുകിൽ അതിന്റെ ഗുണം ഉണ്ടാകും, അല്ലെങ്കിൽ അതിന്റെ ദോഷം. അപ്പൊ ഭൗതിക പ്രവൃത്തിക്ക് റിയാക്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഭൗതികമായി വേറൊരു രീതിയിൽ അതിനെ അധികരിച്ച് അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ അതിന്റെ ഗുണം വേറൊന്ന് ചെയ്തതിന്റെ റിയാക്ഷനും അവിടെ ഉണ്ടാകും. അപ്പൊ 2 തരം റിയാക്ഷനാണ് ആദ്യം നമ്മൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചതിന്റെ റിയാക്ഷൻ ഒരു ഭാഗത്ത്, മറ്റേത് അതിന് പകരമായി ചെയ്തതിന്റെ റിയാക്ഷൻ. അപ്പൊ ഇത് രണ്ടും ആകുമ്പോൾ ഇതിന്റെ 2 ഫലവും നമ്മളെ ബാധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒന്നുകൊണ്ട് മറ്റതിനെ മാറ്റിയെടുക്കാൻ നമ്മൾ 100 വട്ടം ശ്രമിക്കും. ഞാൻ അത് ചെയ്തുപോയി അതിനെ മാറ്റിയെടുക്കാൻ. പക്ഷെ അതുകൊണ്ട് ഭൗതികതയിൽ അതുകൊണ്ട് ഫലമില്ല എന്നിവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷേ തെറ്റ് ചെയ്തു പോയാൽ ആ തെറ്റിനെ മാറ്റിയെടുക്കാൻ നമ്മളുടെ പ്രവൃത്തി കൊണ്ട്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മളെ യഥാർത്ഥത്തിൽ നമ്മൾ നോക്കിയാൽ, ഇപ്പൊ നമ്മൾ വേറൊരാളെ വഞ്ചിക്കാൻ ശ്രമിച്ചു എങ്കിൽ, അല്ലെങ്കിൽ വേറൊരാൾക്ക് നമ്മളെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രയാസം വരുത്താൻ ശ്രമിച്ചുവെങ്കിൽ ആ ശ്രമത്തിനുള്ള ഫലം നമുക്കുണ്ടാകും. അതിനെ മാറ്റിയെടുക്കാൻ വേറൊരു രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചു, അതിൻ്റെയും ഫലം നമുക്ക് ഉണ്ടാകും. രണ്ടിനെയും തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ വളരെയധികം പ്രയാസമാണ് എന്നുള്ളതാണ്. അപ്പം നമ്മുടെ മെറ്റീരിയൽ ആക്ടിവിറ്റിക്ക് വളരെയധികം പ്രോബ്ലംസ് ഉണ്ട്. ആ മെറ്റീരിയൽ ആക്ടിവിറ്റിയെ അങ്ങനെ ഒരു മെറ്റീരിയൽ പ്രവർത്തനം കൊണ്ട് മാറ്റിയെടുക്കാം. പിന്നെ എന്ത് ചെയ്യാം എന്ന് നമ്മൾ ചിലപ്പോൾ ചോദിക്കും, അല്ലെ? നമുക്ക് വേറെ എന്ത് ചെയ്യാനാകും അവിടെ? അപ്പൊ എന്തിനും അതിൻ്റെതായ റിയാക്ഷൻ ഉണ്ട്. അപ്പൊ എക്സാമ്പിള് ശ്രീലപ്രഭു അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്, തീ ചൂടാക്കുമ്പോൾ അതെന്താവും, നല്ല റെഡ് ഹോട്ട് ആവും, അല്ലെ? നല്ല തീ തന്നെ ആയി മാറും. അപ്പൊ അയൺ റോഡായിട്ട് അതും ഫയറിന്റെ ഗുണം തന്നെ കൈയെടുത്തുകൊണ്ട് എന്ന് പോയി തീർച്ചയായും കൊള്ളുകയും ചെയ്യും. അപ്പം കുറച്ചു മുമ്പേ അതെന്തായിരുന്നു, അയണായിരുന്നു, അല്ലെ? അപ്പൊ അതുകൊണ്ട് ആ ഒരു അയൺ ചൂടാക്കുന്ന അവസരത്തില് ആ അയണ് എന്തായി മാറി, അഗ്നിയായി മാറി എന്നുള്ളതാണ്. അപ്പം ഇതുവരെയും ഇരുമ്പായിരുന്ന വസ്തു എന്തായി മാറി, അഗ്നിയായി മാറിയിരിക്കുന്നു. അതിൻ്റെ അടുത്ത് കൈ കൊണ്ട് എല്ലാം പറ്റില്ല. അതുവരെയും നമ്മൾ കയ്യിലെടുത്തിരുന്ന ഒരു വസ്തു, ആ കയ്യിലിടുന്ന വസ്തു അതെന്ത് ചെയ്തു, അത് തീയായി മാറി. അപ്പം അതുപോലെ ആ ഒരു ഇവിടെ ഇരുമ്പ് അഗ്നിയാൽ ഉത്തപ്തമായി അഗ്നിതുല്യമായി തീരുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യുന്ന ഭൗതിക പ്രവർത്തനങ്ങളെ ആത്മീയ പ്രവർത്തനങ്ങളാക്കി മാറ്റണം. ഇരുമ്പ് എന്തായി അഗ്നിയാക്കി മാറ്റുന്നത് പോലെ ഭൗതിക പ്രവർത്തനങ്ങളെ എന്ത് ചെയ്യണം, ആത്മീയ പ്രവർത്തനമാക്കി മാറ്റണം. അപ്പം ശ്രീലപ്രഭു അതിൽ പറയുന്നത് അതിന്റെ തത്വമേ അവിടെ മാറും എന്നുള്ളതാണ്. അവന്റെ തത്വം മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയും. അപ്പം ഒരു എക്സാമ്പിൾ തന്നാൽ നമുക്കിത് എങ്ങനെയെന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു, അല്ലെ? അല്ലാതെ എങ്ങനെയാണ്, ഇരുമ്പിനെ കൊണ്ടുവച്ച് ചൂടാക്കി ഇരുമ്പിനെ നല്ല ചുവപ്പ് നിറം വന്ന് നല്ല തീയായി മാറി, ആ തീയുടെ ഗുണങ്ങൾ അതിലേക്ക് കടന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ തീയും അഗ്നിയും ഒക്കെ നമ്മുടെ പ്രവർത്തനവുമായിട്ട് വല്ല ബന്ധമുണ്ടോ എന്ന് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. അപ്പം മെറ്റീരിയൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എല്ലാം കാർമിക് റിയാക്ഷൻസ് ഉള്ളതാണ്. പക്ഷേ അതിനെ എങ്ങനെ മാറ്റാൻ കഴിയും?
ആർക്കെങ്കിലും ഒന്ന് ചിന്തിക്കാൻ കഴിയുമോ, ഒന്ന് പറയാൻ കഴിയുമോ? മെറ്റീരിയൽ ആക്ടിവിറ്റിയെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയും? നമുക്ക് ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ആരെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഭൗതികമായ പ്രവർത്തനം നമ്മളെ നമുക്ക് എങ്ങനെ മാറ്റാൻ കഴിയും, ആത്മീയമാക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? ആരെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അർപ്പണമായിട്ട് ചെയ്ത് കഴിഞ്ഞാല് ആത്മീയമാവും. താങ്ക് യു മാതാജി. അപ്പൊ നമ്മളത് അർപ്പണ ബോധത്തോടുകൂടി അർപ്പണമായി ചെയ്യുക. നമുക്കറിയാം, നമ്മൾ ഭഗവത്ഗീതയിൽ കണ്ടു കർമ്മയോഗം, കർമ്മസന്യാസയോഗം, അല്ലെ, ധ്യാനയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം എന്ന പല യോഗങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു, അല്ലെ. അപ്പൊ അതില് കർമ്മയോഗം, കർമ്മം ചെയ്യുക, ആദ്യമേ കർമ്മയോഗമല്ല, ആദ്യം കർമ്മം തന്നെയാണ്, കർമ്മം ചെയ്യുക. അപ്പൊ ആദ്യം കർമ്മനിഷ്ഠ, അതിനെ പിന്നീടാണ് നമ്മൾ കർമ്മയോഗത്തിലേക്ക് കടക്കുന്നത്, അല്ലെ. അപ്പൊ കർമ്മയോഗത്തിൽ നിന്ന് കർമ്മയോഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം ഇവിടെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം എന്താക്കി മാറ്റണം? ഭഗവാനുള്ള ഡിവോഷണൽ സർവീസ് ആക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അതെങ്ങനെ എന്നുള്ളത് അപ്പം വരുമ്പോഴത്തേക്ക് ആ മെറ്റീരിയൽ ആക്ടിവിറ്റി ഇല്ലാതെയായിട്ട് അവിടെ എന്തുണ്ടാകുന്നു? ഡിവോഷണൽ സർവീസ് മാത്രമായി. മെറ്റീരിയൽ ആക്ടിവിറ്റിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഭഗവാൻ അങ്ങ് അർപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ അതൊരു ഡിവോഷണൽ സർവീസ് ആയിട്ട് മാറുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ കുക്ക് ചെയ്യുന്നവരാണ്, എല്ലാവരും കുക്ക് ചെയ്യുന്നവരാണ്. അവരെന്ത് ചെയ്യുന്നു? കുക്ക് ചെയ്ത വസ്തുക്കളെ കൊണ്ട് ഭഗവാനെ അർപ്പിക്കുന്നു. അപ്പൊ അതെന്തായി മാറി? നമ്മൾ കൊണ്ടുവച്ചത് ഭോഗയായിരുന്നു, കിട്ടിയത് പ്രസാദമാണ് എന്ന് നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പോഴേ അങ്ങനെ അതിൻ്റെ ആ ഒരു ഭാവം മാറുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു ഏതൊരു മെറ്റീരിയൽ ആക്ടിവിറ്റി ആയാലും ശരി, അത് കൃഷ്ണന് വേണ്ടി ചെയ്യുന്നതാണ് എങ്കിൽ അതിന്റെ റിയാക്ഷനിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ കഴിയും എന്ന് ആര് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, നമുക്ക് സാധു ശാസ്ത്ര സംഘം, ഇല്ലേ? അപ്പൊ അവിടെ നിന്ന് നമ്മുടെ പ്രീവിയസ് ആചാര്യന്മാരിൽ നിന്ന് നമ്മൾ കേട്ടറിയുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഗുരുക്കന്മാരിൽ നിന്ന് നമ്മൾ കേട്ടറിയുന്നു, നല്ല ശുദ്ധഭക്തന്മാരിൽ നിന്ന് നമ്മൾ കേട്ടറിയുന്നു. അങ്ങനെ സാധുശാസ്ത്ര സംഘം ആ വഴി നമുക്കിതിന്റെ നോളജ് കിട്ടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ മെറ്റീരിയലിന് ഭഗവാൻ തന്നെയാണ് ഭൗതികമായിട്ടുള്ള വസ്തുക്കളുടെയും എല്ലാ ആത്മീയ വസ്തുക്കളുടെയും കൺട്രോളറായിട്ട് നിൽക്കുന്നത്. ഭഗവാന് 3 തരം ശക്തികളുണ്ട് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ്? അന്തരംഗ ശക്തിയുണ്ട്, ബഹിരംഗ ശക്തിയുണ്ട്, തടസ്ഥ ശക്തിയുണ്ട്. തടസ്ഥ ശക്തിയായി നമ്മളാണ് തടസ്ഥ ശക്തി, ജീവാത്മാക്കളെ എല്ലാം തടസ്ഥ ശക്തി എന്ന് പറയുന്നു. അപ്പൊ ആ ഒരു തടസ്ഥ ശക്തി നമ്മളിലേക്ക് ഭഗവാന്റെ ഒരു തീപ്പൊരി പോലെ ഭഗവാന്റെ ഒരു അംശമാണ് നമ്മൾ എന്ന് നമുക്ക് അറിയാവുന്നത്. അപ്പം നമുക്ക് എങ്ങനെ റിയാക്ഷനിൽ നിന്നും അറിയാമെന്ന് ചോദിച്ചാൽ, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും എന്ത് ചെയ്യണം? ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയണം. പക്ഷെ നമ്മളിൽ കൂടുതൽ ആൾക്കാരും എന്താണ് ചെയ്യുന്നത്? അല്ല, എപ്പോഴും പറയില്ലേ, വി ഷുഡ് നോട്ട് ട്രൈ ടു ലോഡ് ഇറ്റ് ഓവർ മെറ്റീരിയൽ നേച്ചർ. എല്ലാവരും പറയുന്നതാണ്. പക്ഷെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് സംശയമായിട്ടുള്ളത്. അപ്പം എങ്ങനെ ഇത് ചെയ്യാം എന്നുള്ള എങ്ങനെ ഇത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ചിന്തയാണ് നമ്മുടെ പലരുടെയും മനസ്സിൽ ഉണ്ടാകുക എന്നുള്ളത്. അപ്പം അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു എക്സാമ്പിൾ എടുത്താല്, ഇപ്പം നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ വരാറുണ്ട്, അല്ലെ? വെള്ളപ്പൊക്കം വന്ന് വലിയ സൈക്ലോണൊക്കെ കൊണ്ട് ഭയങ്കരമായ ആപത്ത് നമുക്ക് ഉണ്ടാകാം. ഒരു വെള്ളപ്പൊക്കം വന്നാലും എർത്ത് വന്നാലും ഇതൊക്കെ നമുക്ക് മാറ്റിവെക്കാൻ പറ്റുമോ? നമ്മളെ കൊണ്ട് കഴിയുമോ എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പം എന്തെങ്കിലും ചെയ്യാൻ നമ്മളാകുന്ന വ്യക്തികളെ കൊണ്ട് കഴിയും. നമ്മൾ കുറച്ചൊക്കെ മാറ്റിട്ടാം. ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ നേരത്തെ ഡിപ്പാർട്ട്മെന്റ് നോളജ് കൊടുത്തു, അറിവ് കൊടുക്കുമ്പം അവരെ മാറ്റി പാർപ്പിക്കും. നമ്മൾ കേട്ടിട്ടുണ്ട്, സ്കൂളുകളിലൊക്കെ ആൾക്കാർ മാറ്റി പാർപ്പിച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ട്, അല്ലെ? അപ്പൊ അങ്ങനെ അവിടുന്ന് ആൾക്കാരെ മാറ്റി പാർപ്പിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ആഹാര സാധനങ്ങൾ കൊടുക്കുകയോ അവർക്ക് വേണ്ട സംരക്ഷണങ്ങൾ കൊടുക്കുകയോ ഒക്കെ ചെയ്യാം. അതൊക്കെ ചെയ്യാം. പക്ഷെ അതിനെ ഇല്ലാതാക്കാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഡേഞ്ചറസ് ആകുള്ളൂ. അങ്ങോട്ട് അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി സൈന്യത്തെ നിയോഗിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ സൈന്യത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? യഥാർത്ഥത്തിൽ നമുക്ക് ഹ്യൂമൻ ബീയിങ്സിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? വളരെയധികം. അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന ഭാവം നമ്മൾ കണ്ടെടുക്കാൻ മാത്രമേ നമുക്ക് കഴിയുന്നുള്ളൂ. കാരണം എന്താ?
സൈക്ലോൺ അടിക്കുമ്പോൾ കാറ്റ് ഭഗവാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന വായുദേവനാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്, അല്ലാതെ നമ്മളാകുന്ന ഈ മനുഷ്യരല്ല. നമ്മൾ അതിന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഡേഞ്ചർ ഉണ്ടാകുമെന്നല്ലാതെ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയില്ല. അപ്പം അതിന്റെ കലാമിറ്റീസ് ഒക്കെ കുറയാനും പോകുന്നില്ല. ഒരു വ്യക്തിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പൂർണ്ണമായ കൺട്രോൾ നേടിയെടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യമായിട്ടുള്ളത്. അപ്പം അതിനൊരു പരിഹാരം വളരെ പ്രയാസമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മെറ്റീരിയൽ ആയിട്ടുള്ള റെമഡി അതിന് സാധ്യമല്ല. കാരണം എന്തുകൊണ്ട് അത് സാധ്യമല്ല? അതൊന്നും നമ്മുടെ കയ്യിൽ പെട്ടത് അല്ല എന്നുള്ളത്. അപ്പൊ അവിടെ അങ്ങനെയുള്ള താപത്രയങ്ങളുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇങ്ങനെ നമ്മളെ കീഴടക്കാൻ പല കാര്യങ്ങളുണ്ട്, നമ്മളും ചിലപ്പോൾ അതിൽ പെട്ടുപോകാം, അങ്ങനെയൊക്കെ വരാം. ഇതൊക്കെയും നമ്മുടെ താപത്രയങ്ങളിൽ പെടുന്നതാണ് എന്ന് പറയുകയാണ്. പക്ഷെ 2 തരം ആൾക്കാരുണ്ടല്ലോ ലോകത്തിലെ, 3 തരം ആൾക്കാരുണ്ട്. ആരൊക്കെയാണ്? കർമ്മികളുണ്ട്, ജ്ഞാനികളുണ്ട്, ഭക്തന്മാരുണ്ട്, അല്ലെ? അപ്പൊ കർമ്മികളും ജ്ഞാനികളും. കർമ്മീസ് വിചാരിക്കുന്നത് എന്താണ്? എനിക്ക് പ്രകൃതിയെ കീഴടക്കണം, പ്രകൃതിയുടെ എല്ലാ കാര്യങ്ങളെയും എനിക്ക് പ്രകൃതിയുടെ കൺട്രോൾ വേണം, പ്രകൃതിയിൽ എന്ത് ചെയ്താലും അതെല്ലാം എനിക്ക് വിജയം വേണം, ഇങ്ങനെയുള്ള ചിന്താഗതി ഉള്ളവരാണ് കർമ്മികൾ എന്ന് പറയുന്നത്. ശരിക്കും അവര് ആ പ്രകൃതിയെ കീഴടക്കാൻ ശ്രമിക്കുന്നവരെന്നാണ് ഭാഗവതം അല്ലെങ്കിൽ അറിവ് പറയുന്നത്. കാരണം ഭഗവാൻ ഇന്നത് നടക്കണമെന്ന് അതിനെ എതിരെ സമരം ചെയ്ത് അതിൽ നിന്ന് വിജയം കണ്ടെടുക്കാൻ ശ്രമിക്കുന്നവരെയാണ് കർമ്മികളെന്ന് പറയുന്നത്. അവര് റിജക്റ്റ് ചെയ്യുകയാണ്, ആ വേദസമ്മതത്തെ അവര് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അത് ഒരു നല്ല കാര്യമല്ല. യഥാർത്ഥത്തിൽ അവർ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു, പക്ഷെ നടക്കുന്നില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ജ്ഞാനികളാണെങ്കിൽ അവർ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് എന്തുകൊണ്ട് വരുന്നു, എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടണം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇതിൽ നിന്ന് ലാസ്റ്റ് മനസ്സിലാക്കുന്നത് എന്താണ്? എന്തായാലും ഭഗവാനാണ് ഇതിന് കാരണമായിട്ട് നിൽക്കുന്നത്, ഭഗവാൻ ഏർപ്പെടുത്തിയിട്ടുള്ള ഏജൻസ് ആണ് ഇത് വരുത്തുന്നത്, അതുകൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് കഴിയില്ല. സോ ഞങ്ങൾ അതിൽ നിന്ന് മാറിയേക്കാം, ഞങ്ങൾ അതിനെ റിജക്റ്റ് ചെയ്യുന്നു എന്ന രീതിയിൽ ജ്ഞാനികൾ പോകുന്നു എന്നുള്ളത്. അപ്പൊ ജ്ഞാനികളായാലും ശരി കർമ്മികളായാലും ശരി, ഇവർക്ക് 2 കൂട്ടർക്കും എന്തായാലും പ്രകൃതിയെ അടക്കി ഭരിക്കാമെന്നുള്ള മോഹം ഉണ്ടെങ്കിലും പ്രകൃതിയെ അടക്കി ഭരിക്കാൻ സാധ്യമല്ല. അപ്പം സാധ്യമാകുന്നത് എങ്ങനെ എന്നുള്ളത്, ആർക്കും തന്നെ പ്രകൃതിയെ അടക്കി ഭരിക്കാൻ സാധ്യമല്ല. ഭഗവാനാണ് അതിന്റെ എല്ലാം തലപ്പത്ത് ഭഗവാന്റെ ഏജൻസ് ആണ് ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പം ജ്ഞാനികൾ പ്രകൃതിയെ പ്രാധാന്യം കൊടുക്കാതെ അതിനെ റിജക്റ്റ് ചെയ്യുമ്പോൾ കർമ്മികൾ അതിനെ ഭരിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഭൗതിക പ്രവൃത്തിയെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാന്റെ ആജ്ഞയ്ക്ക് കീഴടങ്ങാൻ നമുക്ക് തയ്യാറാണ്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഭഗവാന്റെ ആജ്ഞയ്ക്ക് അനുസരിച്ചുള്ളതായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പ്രവൃത്തി ചെയ്യാതിരിക്കാൻ നമുക്ക് കഴിയത്തില്ല. തീർച്ചയായും നമ്മൾ പ്രവൃത്തി ചെയ്യണം. ആ പ്രവൃത്തികളെല്ലാം തന്നെ നമ്മൾക്ക് തന്നിരിക്കുന്ന സർവശക്തനായ ഭഗവാന്റെ ആജ്ഞയെ ശിരസാ വഹിക്കുന്നതായിരിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പം റിജക്റ്റ് ചെയ്യുന്നതും തെറ്റാണ്, ഭരിക്കാൻ ശ്രമിക്കുന്നതും തെറ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെയോ നമ്മൾ ഇവിടെ വന്നുപോയി, നമ്മൾ ഇവിടെ ഈ പ്രകൃതിയിൽ ഇവിടെ എത്തിക്കഴിഞ്ഞു, നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകേണ്ടിയിരിക്കുന്നു. നമ്മൾ ഇവിടെ വന്നത് എന്തിനാ വന്നത്? നമ്മൾക്ക് ഇതിനെയെല്ലാം കീഴടക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ച് നമുക്ക് എൻജോയ് ചെയ്യാമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നത്. അപ്പൊ നമ്മുടെ എൻജോയ്മെന്റ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശാസ്ത്രങ്ങളെ എന്ത് ചെയ്യണം? കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതും അറിവുള്ളവരിൽ നിന്ന് കേട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇനി ഇങ്ങനെ നമ്മൾ ഇവിടെ വന്നു, നമ്മളെ ഇങ്ങോട്ട് വിട്ടത് എന്തിനാണ്? റിയലി നമ്മൾ ഇവിടെ വന്നത് ഒരു ബ്രഹ്മാവിന്റെ സ്ഥാനത്തിലാണ് നമ്മൾ ഇവിടെ വരുന്നത്. എന്നാൽ നിങ്ങൾക്ക് തോന്നും ഈ ബ്രഹ്മാക്കന്മാരാണോ നമ്മൾ എല്ലാവരും ചോദിക്കും. പക്ഷേ ബ്രഹ്മ പൊസിഷനിൽ വന്നെങ്കിൽ ഇവിടെ വന്ന് നമുക്ക് തിരിച്ചു പോകാൻ ഇഷ്ടമില്ലാതെ ഇവിടെ നിന്ന് അങ്ങ് പെരുകി നമ്മൾ ഇത്രയുമായി മാറിക്കൊണ്ടിരിക്കും. നമ്മൾ തിരിച്ചു പോകുന്നില്ല. ഇന്ദ്രനെ
പന്നിക്കൂട്ടത്തിൽ നിന്ന് തിരിച്ചു പോകണ്ട എന്ന് തോന്നിയതുപോലെ നമുക്ക് ആർക്കും തിരിച്ചു പോകാൻ ഇഷ്ടമില്ല. അപ്പൊ നമ്മൾ ഇനിയും ചെയ്യാൻ കഴിയുന്നത് എന്താണ്? നമ്മൾക്ക് മെറ്റീരിയൽ തിങ്സ് ആയിട്ടുള്ള എന്ത് ചെയ്യുമ്പോഴും, മെറ്റീരിയൽ ആയിട്ടുള്ള എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് ഭഗവാന്റെ പ്രീതിക്ക് അനുഗ്രഹമായിട്ടുള്ള, ഭഗവാന്റെ പ്രീതി കിട്ടത്തക്ക രീതിയിൽ ഭഗവാന് വേണ്ടിയുള്ള സേവയാക്കി മാറ്റാൻ നമ്മൾക്ക് കഴിയണമെന്ന് മനസ്സിലാക്കണം. അപ്പൊ മെറ്റീരിയൽ തിങ്സിനെ എല്ലാം ഭഗവാന്റെ സേവയ്ക്ക് ഉപയോഗിക്കുക. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എല്ലാം ഭഗവാനിൽ നിന്ന് അന്യമല്ല ഒന്നും തന്നെ. എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? യന്മാത്യസ്യ യഥോന്യയാദ് ഇതരതശ്ചാർത്തേഷു അഭിജ്ഞസ്വരാട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒന്നും എന്നിൽ നിന്നും വ്യത്യസ്തമല്ല. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു, അഹം സർവസ്യ പ്രഭോ മത്ത സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തേ മാം ബുദ്ധാ ഭാവസമന്വിതാഃ. അപ്പൊ ആ ഒരു എല്ലാം, അഹം സർവസ്യ പ്രഭു, ഇതെല്ലാം എല്ലാത്തിന്റെയും നിയന്ത്രണം ഞാൻ തന്നെയാണ്, എല്ലാം എന്നിൽ നിന്നുള്ളതാണ്, എന്നിൽ നിന്നും അന്യമായിട്ട് ഈ ഭൗതിക പ്രകൃതിയിൽ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഡിവോട്ടീസ് ആണെങ്കിൽ എല്ലാത്തിനെയും എങ്ങനെ സ്പിരിച്വലൈസ് ചെയ്യാമെന്ന്. അപ്പം കർമ്മികൾ എന്ത് ചെയ്യും? അടക്കി ഭരിക്കാൻ നോക്കും. ജ്ഞാനികൾ എന്ത് ചെയ്യും? ഇതിനെ റിജക്റ്റ് ചെയ്യാൻ നോക്കും. ഡിവോട്ടീസ് എന്ത് ചെയ്യും? എല്ലാം എങ്ങനെ ഭഗവാന് അർപ്പിച്ചിട്ട് സ്പിരിച്വലൈസ്ഡ് ആക്കി മാറ്റാം എന്ന് നോക്കും, ആത്മീയമാക്കി മാറ്റാം എന്ന് നോക്കും. അപ്പം ഭഗവാന്റെ ഇഷ്ടമനുസരിച്ച് മെറ്റീരിയൽ തിങ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? സ്പിരിച്വലൈസ്ഡ് ആക്കണം. എന്ന് വെച്ചാൽ ആത്മീയമാക്കി മാറ്റാൻ ശ്രമിക്കേണ്ടിയിരിക്കുന്നു. ഇനിയും എങ്ങനെയാണ് ഈ വസ്തുക്കളെയൊക്കെ ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിക്കുക? നമ്മൾക്ക് കുടുംബം നോക്കേണ്ടിയിരിക്കുന്നു, നമ്മുടെ പ്രവൃത്തികൾ ചെയ്തേണ്ടിയിരിക്കുന്നു, നമ്മൾക്ക് പണം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. എങ്ങനെ ഇതെല്ലാം ആത്മീയമാകും എന്നുള്ള ചിന്താഗതി നമ്മുടെ മനസ്സിലിപ്പം നമുക്ക് ഉണ്ടാകും. മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഫുഡിനെ നമുക്ക് ഭഗവാൻ അർപ്പിച്ചത് പ്രസാദമാക്കി മാറ്റുന്നത് പോലെ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും അപ്പൊ അതിനെ എന്ത് ചെയ്യണം? ഭഗവാനിലേക്ക് സമർപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഓഫീസിൽ ചെയ്യുന്ന പ്രവൃത്തിയായാലും, കിച്ചണിൽ ചെയ്യുന്ന പ്രവൃത്തിയായാലും, പബ്ലിക്കിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയായാലും, എല്ലാം നമ്മൾ ചെയ്യേണ്ടതെല്ലാം എന്താണ്? ഭഗവത് സേവനത്തിന് വേണ്ടി ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ഭഗവാന്റെ സ്പിരിച്വൽ ഓർഡർ അനുസരിച്ച് നമ്മളെല്ലാം അപ്പൊ നമുക്കിതിന് വേണ്ടത്, പ്രത്യേകിച്ച് നമുക്ക് വേണ്ടത് നോളജ് ആണ്. എന്ത്? സാധുസംഘശാസ്ത്രത്തിൽ നിന്ന് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിനെ എങ്ങനെ ഓരോന്നിനും നമ്മുടെ എന്താണ് ശുദ്ധഭക്തന്മാരെ അതിന് എക്സാമ്പിൾ വെച്ച് തരുന്നുണ്ട്. അപ്പൊ നമ്മൾ പട്ടിണി കിടക്കണമെന്നോ സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കണമെന്നോ ഒന്നും അർത്ഥമാക്കുന്നില്ല. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെയും ഭഗവത് സേവനത്തിന് അർപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ ചെയ്താൽ മാത്രമേ ഏതൊരു പൈസ ആക്ടിവിറ്റി ആയാലും അതിൽ കൃഷ്ണനുള്ള ഓഫറിംഗ് ആയിട്ട് ചെയ്യുമ്പോൾ അത് ആത്മീയമായി മാറും. അതിന്റെ എല്ലാ റിമഡിയും, അതിനുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും, കുറവുകളും നമുക്ക് പരിഹരിച്ചെടുക്കുവാനും കഴിയും എന്നാണ് ഇവിടെ നമുക്ക് ഈ നമ്മുടെ ശാസ്ത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്. അപ്പം സർവ്വതും ചൈതന്യത്തിൽ നിന്നുള്ള ഉദ്ഗാരങ്ങളാണ് സങ്കല്പാതീത ശക്തിയാൽ ആത്മാവിനെ ദ്രവ്യമായും ദ്രവ്യത്തെ ആത്മാവായും പരിവർത്തനം ചെയ്യുന്നു എന്നത്. ആകയാൽ ഒരു ഭൗതിക വസ്തു ഭഗവാന്റെ ശ്രേഷ്ഠ ഇച്ഛയാൽ തൽക്ഷണം ആത്മീയ ശക്തിയായി രൂപാന്തരപ്പെടുന്നു. അങ്ങനെ ഭൗതിക രോഗങ്ങളെ ചികിത്സിക്കേണ്ട രീതിയും ക്ലേശം, വിലാപം, ഭയം എന്നിവ കൂടാതെ ആത്മീയതലത്തിൽ ഉന്നതി പ്രാപിക്കേണ്ട മാർഗവും അപ്രകാരമാകുന്നു. അപ്പം സർവ്വതും ഭഗവത് സേവനത്തിന് വേണ്ടി നിയുക്തമാകുമ്പോൾ എല്ലാം ഭഗവാൻ തന്നെ, ഭഗവാനിൽ നിന്ന് വന്ന വസ്തുക്കള് ഭഗവാനിലേക്ക് തന്നെ ഉപയോഗിക്കപ്പെടുമ്പോൾ എല്ലാം ബ്രഹ്മമല്ലാതെ, നമ്മൾ ബ്രഹ്മം എന്ന് പറയുമ്പോൾ എന്താണ്? ഏറ്റവും ഉന്നതമായിട്ടുള്ള എല്ലാം ഒന്നിനെയാണ് ബ്രഹ്മം, സർവ്വതും തികഞ്ഞതിനെയാണ് നമ്മള് ബ്രഹ്മം എന്ന് പറയുന്നത്. അപ്പൊ ആ ബ്രഹ്മം ആയി മാറുന്നു. അപ്പൊ ഇവിടെ എന്താണ്? പരബ്രഹ്മമായി, പരബ്രഹ്മമല്ലാതെ എല്ലാം ഭഗവാന് വേണ്ടി സമർപ്പിച്ചു കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണെങ്കിലും വസ്തുക്കളാണെങ്കിലും എല്ലാം ഭഗവത് സേവനത്തിനായി നമ്മൾ സമർപ്പിച്ചു കഴിയുമ്പോൾ അവിടെ സർവ്വതും ബ്രഹ്മമായി തീരും. അങ്ങനെ ബ്രഹ്മമല്ലാതെ ഒന്നുമില്ല. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിധി സത്യതി എന്നൊക്കെ നമ്മൾ പഠിച്ചു ഇല്ലേ? ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിധി സത്യത എന്നൊക്കെ 3 ഭാവങ്ങൾ പഠിച്ചിരുന്നു. നമ്മൾ ഈ കാണുന്നതെല്ലാം
അർപ്പിക്കുന്നതെല്ലാം ഭഗവാനിൽ നിന്ന് വന്നതാണ്. ഇതെല്ലാം ഭഗവാന് വേണ്ടി നമ്മൾ എടുത്തുപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോ ക്ഷേത്രത്തിൽ പോയി നമ്മളൊരു അർച്ചന നടത്തുന്നു, അല്ലെങ്കിൽ ഒരു പായസം കഴിക്കുന്നു, ഇതൊന്നും നമ്മുടെ സ്വന്തമല്ല. ഇതെല്ലാം ഭഗവാന് സമർപ്പിക്കാൻ വേണ്ടി ഭഗവാൻ തന്നിട്ടുള്ളതാണ്. അങ്ങനെ ഭഗവാൻ ഇത് സമർപ്പിക്കും. ആ ബോധം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾക്ക് സർവ്വതിനെയും നമ്മള് എന്ത് ചെയ്യുന്നു, ബ്രഹ്മമാക്കി മാറ്റുന്നു. എല്ലാം ഭഗവാൻ ഉള്ളതാണ് എന്ന ബോധത്തോടുകൂടി നമ്മള് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ പ്രവർത്തനങ്ങൾ ഭഗവാന് സമർപ്പിക്കാൻ കഴിയും. അപ്പം ഇവിടെ ഇതുവരെയും വ്യാസദേവൻ എഴുതിയത് 18 പുരാണങ്ങള്, 108 ഉപനിഷത്തുക്കളെ, ആരണ്യങ്ങള് എന്ന് വേണ്ട സർവ്വത് എഴുതി കഴിഞ്ഞു. ഇതിലെല്ലാം ഈ സമർപ്പണ ബോധത്തെ കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞു. ചെയ്യൂ, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, അല്ലെ? അപ്പൊ ധർമ്മപരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ധർമ്മത്തിൽ കൂടി മാത്രമേ അർത്ഥം ഉണ്ടാക്കാൻ പാടുള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞു കൊടുത്തു. അല്ലാതെ വല്ലവന്റെയും തട്ടിപ്പറിച്ച് എടുക്കുകയല്ല. നമ്മള് നല്ല പ്രവൃത്തി ചെയ്തിട്ട് ആ നല്ല പ്രവൃത്തിയിൽ കൂടി ആവശ്യത്തിന് പണം ഉണ്ടാക്കുക, ധർമാർത്ഥം. അങ്ങനെ നിങ്ങൾ കാമത്തെ നിങ്ങൾ ശമിപ്പിച്ചോളൂ. നിങ്ങൾ ഇവിടെ വന്നില്ലേ, വന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ കുറെ ആഗ്രഹങ്ങളുണ്ടല്ലോ, ആ ആഗ്രഹങ്ങൾ സമർപ്പിച്ചിട്ട് തിരിച്ചു പോക്കൂ എന്നുള്ള അർത്ഥത്തിലാണ് ധർമ്മം, അർത്ഥം, കാമം. അങ്ങനെ ഒരു മോക്ഷത്തിലെത്തിയപ്പോഴത്തേക്ക് വളരെ കുറഞ്ഞു പോയി. കാരണം ഇത് എഴുതി വിശദീകരിച്ച് പോയപ്പോഴേക്കും അതായിപ്പോയി. അപ്പൊ ഇതിൽ ഒരുപാട് നിന്റെ മനസ്സ് എന്ന് വെച്ചാൽ ശിക്ഷനോട് പറഞ്ഞോളി, നിന്റെ മനസ്സ് ഇതിനകത്തായി. നിന്റെ മനസ്സല്ല, നീ എഴുതിയത് മറ്റുള്ളവരുടെ മനസ്സിനെ അതിൽ പിടിച്ചു നിർത്താൻ ഉപയുക്തമായി പോയി. അതുകൊണ്ട് അത് മാറ്റിയിട്ട് നീ എന്ത് ചെയ്യണം? ഇതിനെ ഭഗവാനിലേക്ക് അർപ്പിക്കുന്ന ഭാവത്തോട്, ഭഗവാൻ അല്ലാതെ ഒന്നുമില്ല, ഭഗവാനിലേക്ക് അർപ്പിക്കുന്ന ഭാവത്തോടു കൂടി നീ എഴുതേണ്ടിയിരിക്കുന്നു. അങ്ങനെ കർമ്മം ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയുള്ള വർക്കായി മാറണം. നീ ചെയ്യുന്ന ഓരോ കർമ്മവും അത് ഭഗവാന്റെ ശാശ്വതമായ തൃപ്തിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ നിനക്ക് എല്ലാവരെയും പ്യൂരിഫൈ ചെയ്യാൻ കഴിയും. അങ്ങനെ മനുഷ്യന്റെ മനസ്സ് ഭഗവാനിലേക്ക് എത്തും. അങ്ങനെ നിന്റെ പ്രവൃത്തി പൂർണ്ണമായി തീരും. നീ ഇതുവരെയും എഴുതിയതെല്ലാം നല്ലത് തന്നെ. കാരണം വേദം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. വേദത്തിലാണ് അറിവിന്റെ എല്ലാം ഇരിക്കുന്നത്, വേദത്തിലാണ്. അത് മുഴുവനും വേദം തെറ്റാണ് എന്ന് ആർക്കും പറയാൻ കഴിയില്ല. പക്ഷെ അതിലുള്ള കാര്യങ്ങളെ, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ആ ഓരോ വ്യക്തിയുടെയും ഇഷ്ടത്തിനനുസരിച്ചാണ് ഇപ്പൊ ചെയ്യുന്നത്. ചെയ്യാൻ നീ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം വ്യക്തിയുടെ ഇഷ്ടത്തിനല്ല അവിടെ പ്രാധാന്യം. ആ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഭഗവാനിലേക്ക് അർപ്പിച്ച് നിനക്ക് ചെയ്യാനുള്ള സാഹചര്യം മനുഷ്യന് മനസ്സിലാക്കാനുള്ള ഒരു മാർഗം നീ എഴുതുന്നതിൽ ഉണ്ടാകണം. ആ ഭഗവാനെ, സർവശക്തനായ ഭഗവാൻ, സർവ്വതിന്റെയും ഇരിപ്പിടമായി ഭഗവാൻ, അതോ ആരിൽ നിന്നാണോ സർവ്വതും വന്നിരിക്കുന്നത്, അങ്ങനെയുള്ള ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള സൗകര്യവും അതിലേക്ക് എല്ലാ സമർപ്പണ ഭാവവും ഉണ്ടാക്കിയെടുക്കാൻ നിനക്ക് ഉള്ള സാഹചര്യം നീ എഴുതി ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഹരേ കൃഷ്ണ. നമുക്ക് ഇവിടെ നിർത്താം. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഹരേ കൃഷ്ണ മാജി. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, ഒരു സംശയം ചോദിക്കട്ടെ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സർവ്വതും പരമചൈതന്യത്തിൽ നിന്നും ഉള്ള ഉഗ്രങ്ങളാണ്. അവിടുത്തെ സങ്കല്പാതീതമായ ശക്തിയാൽ ആത്മാവിനെ ദ്രവ്യമായും ദ്രവ്യത്തെ ആത്മാവായും പരിവർത്തനം ചെയ്യുവാൻ അവിടുന്ന് കഴിയും. അതെന്താ മാതാജി? നന്നായിട്ട് മനസ്സിലായില്ല. എല്ലാം ഭഗവാനിൽ നിന്നാണല്ലോ വന്നിട്ടുള്ളത്. നമ്മുടെ സങ്കല്പാതീതമായ ശക്തിയാൽ, സങ്കല്പമല്ല യഥാർത്ഥമാണ് എന്നുള്ളത്. അങ്ങനെയുള്ള ഒരു ശക്തി കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ തന്നെയാണ് ഭഗവാനിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ആത്മാവല്ലേ നമ്മള്. ആ ആത്മാവിനെ നമ്മൾ എന്തായി മാറുന്നു? അവിടെ എന്തായി മാറുന്നു? നമ്മൾ ഒന്നുമല്ല, നമ്മളെ അർപ്പിക്കാനുള്ള ഒരു വസ്തുവായി മാറും. നമ്മൾ ഭഗവാന് വേണ്ടി അർപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. നമ്മളെ തന്നെ ഭഗവാനിലേക്ക് അങ്ങ് അർപ്പിച്ചു. കാരണം ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഭഗവാൻ ഇഷ്ടമായി തോന്നണമേ എന്നാണ് നമ്മൾ പറയുന്നത്. എന്തെല്ലാം നമ്മൾ ചെയ്താലും അത് അപ്പൊ എന്നെ തന്നെ അത് ദ്രവ്യം പോലെ ഒരു വസ്തുവാണ്. ഒരു വസ്തുവായിട്ട് ഞാൻ അങ്ങ് മനസ്സിലാക്കിക്കൊണ്ട് എന്നെ തന്നെ ഞാൻ അങ്ങ് ഭഗവാന് സമർപ്പിക്കുകയാണ്.
ആത്മാവിനെ, ഞാനായിരിക്കുന്ന ആത്മാവിനെ ഒരു ദ്രവ്യം പോലെ ഭഗവാന് സമർപ്പിക്കുകയും അതുപോലെ ആ ദ്രവ്യത്തെ, ആ ഇരിക്കുന്ന ആ ദ്രവ്യത്തെ അപ്പൊ അത് സമർപ്പിച്ചു കഴിയുമ്പോൾ അതെന്തായി മാറുന്നു? ഭഗവത് സേവനത്തിനായിട്ട് മാറുന്നു. ആത്മപരിശോധനയോടുകൂടി ആത്മാവായിട്ട് അത് മാറുകയാണ്. അപ്പൊ ഞാൻ തന്നെ അവിടെ സമർപ്പിക്കുന്ന വസ്തുവുമായി തീരും, സമർപ്പിക്കാനുള്ള വസ്തുവുമായി മാറുന്നു എന്നുള്ളതാണ്. ദ്രവ്യത്തെ, ആ ഒരു ആത്മാവിനെ ദ്രവ്യമാക്കി മാറ്റുന്നു വെച്ചാൽ എന്ത് സമർപ്പിക്കുന്നു എന്നുള്ള അർത്ഥമാണ്. ആത്മാവിനെ ദ്രവ്യമാക്കി മാറ്റുന്നു, ദ്രവ്യത്തെ ആത്മാവായി അപ്പൊ സമർപ്പിക്കുന്ന ആളാക്കി മാറ്റുന്നു, തിരിച്ചും മറിച്ചു വിടുന്നു എന്നുള്ളതാണ്. ശരി മാതാജി. ഓക്കെ, ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. വളരെ നന്ദി മാതാജി, വളരെ നല്ല ക്ലാസ്, വളരെ സന്തോഷമുണ്ട്. നന്ദി മാതാജി. മാതാജി, നമ്മള് അന്നൊരു ദിവസം പറഞ്ഞിരുന്നല്ലോ അവതാരങ്ങളെ കുറിച്ച് ഒരു സെമിനാർ നമുക്കൊന്ന് നടത്തണമെന്ന് മാതാജി വെച്ച്. നമുക്ക് വരുന്നതിന്റെ അടുത്ത ഞായറാഴ്ച നടത്തിയാലോ? അവതാരങ്ങളെ കുറിച്ച് അന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ പ്രഭു. മാതാജി നല്ലൊരു അവതാരങ്ങളെ കുറിച്ച് കുറച്ച് ക്ലാസ് എടുത്തു. അപ്പൊ നമ്മള് പതിതവാൻ പ്രഭു അന്ന് പറഞ്ഞിരുന്നു പ്രഭു മാതാജിയെ കൊണ്ടൊരു സെമിനാർ നടത്തണം. ഇതല്ലേ പ്രഭു നമ്മുടെ ഭഗവാന്റെ ഗോലോകം അങ്ങനെയൊക്കെ ഉള്ളതല്ലേ? വൈകുണ്ഠം, ഗോലോക വർണ്ണന, ആധ്യാത്മിക ലോകങ്ങളെ കുറിച്ചും അവതാരങ്ങളെ കുറിച്ചൊക്കെ ഉള്ള ഒരു വർണ്ണന. അപ്പൊ അതൊരു സെമിനാർ ആയിട്ട് നമുക്കൊന്ന് നടത്തിയാലോ മാതാജി? ഓക്കെ പ്രഭു. ഓക്കെ, അപ്പൊ ഡേറ്റ് നമുക്കൊന്ന് ഡോട്ടിമാരുടെ അടുത്ത് സംസാരിച്ചിട്ട് നമുക്കൊന്ന് കൺഫേം ചെയ്യാം. എന്തായാലും അടുത്ത ആഴ്ച കുറച്ച് സമയം എടുത്ത് നമുക്ക് ചെയ്യാം. ഞാനൊന്ന് ഡോട്ടിമാരുടെ അടുത്ത് സംസാരിച്ചിട്ട് വരുന്നതിന്റെ അടുത്ത ഞായറാഴ്ച പ്രഭു ഞാൻ 20th തൊട്ട് 31st വരെ ഞാൻ ഉണ്ടാവില്ല. അല്ലെങ്കിൽ പ്രഭു തന്നെ അങ്ങ് നടത്തിക്കോ പ്രഭു. അല്ല, അതല്ലല്ലോ, മാതാജിയെ കൊണ്ട് നടത്താനല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. മാജി എന്നില്ല, എന്നൊക്കെ ഇല്ല? ഞാൻ 21st തൊട്ട് 31st വരെ ഇല്ല. അപ്പൊ ഈ മാസം കഴിയും അല്ലേ? അതെ അതെ പ്രഭു. അപ്പൊ അടുത്ത മാസം ഫസ്റ്റ് വീക്കിൽ നടത്താം മാതാജി. ഓക്കെ സെക്കൻഡ് പ്രഭു. അത് നടത്തണമെന്നുണ്ടെങ്കിൽ അവർക്ക് അതിന്റെ ഒരു നോളജ് കിട്ടണ്ടേ പ്രഭു, നടത്താൻ വരുന്നവർ. എങ്ങനെ? അവർക്ക് നമ്മളത് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിയിട്ട് വേണ്ടേ ഒരു സെമിനാർ എന്തെങ്കിലും നടത്താനായിട്ട്. ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പം അത് പറയാനുള്ള ഒരു ഇത് അവർക്ക് ഉണ്ടാവണ്ടേ. ആർക്കാണ് മാതാജി? ഓഡിയൻസിനാണോ? ഓഡിയൻസ്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ ശരി. നമുക്ക് വരുന്ന ഞായറാഴ്ചയുടെ അല്ല 31-ാം തീയതി കഴിഞ്ഞുള്ള ഡിസംബർ ഫസ്റ്റ് വീക്കിൽ വയ്ക്കാൻ നോക്കാം. ഞാൻ മറ്റു ഭക്തന്മാരുടെ സൗകര്യം കൂടെ ഒന്ന് നോക്കിയിട്ട് ഫൈനലൈസ് ചെയ്യാം. അങ്ങനെ ആണെങ്കിൽ സൺഡേ പ്രോഗ്രാം കരമനയിൽ കഴിഞ്ഞിട്ട് ലഞ്ച് കഴിഞ്ഞിട്ടുള്ള സമയം നമുക്കൊരു 1-2 മണിക്കൂർ ഉപയോഗിക്കും. ഞാൻ പറയാം പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. 3 മണിക്ക് ശേഷമുള്ള സമയമാണെങ്കിൽ അപ്പൊ തെക്കാടും പ്രോഗ്രാം കഴിയുമായിരുന്നു. അങ്ങനെ തന്നെ. ആരാ സംസാരിക്കുന്നത്? രേഖമാജി അല്ലേ? ഓക്കെ. അങ്ങനെ ചെയ്യാം. ഉച്ചയ്ക്ക് ശേഷം ലഞ്ച് ടൈം കഴിഞ്ഞ് 3 മുതൽ ഒരു 5 മണി വരെയുള്ള സമയം നമുക്ക് ഫിക്സ് ചെയ്യാൻ നോക്കാം. എങ്കിൽ ഡിസംബർ ഫസ്റ്റ് വീക്ക് വയ്ക്കാം. മറ്റു ഭക്തന്മാരുടെ സൗകര്യം കൊണ്ട് നോക്കിയിട്ട് ഫൈനലൈസ് ചെയ്യാം. ഇതൊരു നല്ലൊരു ക്ലാസ് ആണ്. അത് ശരിക്കും ആധ്യാത്മിക ലോകത്തിന്റെ വർണ്ണനയും ഭഗവാന്റെ വിവിധ വിസ്തരണങ്ങളെയും കുറിച്ചുള്ള വളരെ ഗംഭീരമായ ക്ലാസ് മാതാജിക്ക് നടത്താൻ കഴിയും. മാതാജിക്ക് ആ വിഷയത്തിൽ അഗാധമായ ജ്ഞാനമുണ്ട്. ഭഗവാന്റെ കൃപയാൽ മാതാജി കൃപയാൽ നമുക്ക് കൂടെ ഷെയർ ചെയ്ത് തരട്ടെ. നോക്കാം. താങ്ക് യു മാതാജി. വളരെ നമ്മളെല്ലാവരും കൂടെ കൂടുമ്പോ ഉണ്ടെന്ന് പറ പ്രഭു. അല്ലാതെ എനിക്ക് തന്നെ സന്തോഷം. ഒന്നാലും മാതാജി സ്വാഗതം ചെയ്യുന്നു. നന്ദി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പാഞ്ചാകൽപതരൂപ്യസ്യ കൃപാസംഗുപ്യവജാപതിദാനം ഭാവനേഭ്യോ ഹരേ കൃഷ്ണ. കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ.